MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും PV അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചിരിക്കുന്നത്. MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റു വിശദാംശങ്ങൾ. സർക്കാരിന് ശക്തമായ ശരിയായ നിലപാടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഗൗരവം നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിക്കും. അത് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് DGP തന്നെ ഈ വിഷയം അന്വേഷിക്കും. തീർച്ചയായും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അച്ചടക്കം എന്നുള്ളത് സേനയിൽ പ്രധാനമാണ്. അതിന് നിരക്കാത്ത നടപടികൾ ഒരു തരത്തിലും വെച്ചു പുറപ്പിക്കില്ല. നടപടി തീർച്ചയായും ഉണ്ടാകും. ഈ അച്ചടക്ക ലംഘനം കണ്ട് തങ്ങളും മറ്റുള്ളവരും ഇത് അനുകരിക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ അനുകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഞങ്ങൾക്കുമാവാം എന്നുള്ള ധാരണയിൽ ആവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഈ സംസ്ഥാന സമ്മേളന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാം, ഇതിനാരെയും ഭയക്കേണ്ടതില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കായി മുഖ്യമന്ത്രി പറയുകയാണ്. ഏത് ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു. ഒരു മർദ്ദനോപകരണം എന്നതിന് അപ്പുറത്ത് നിന്ന് ജനസേവകരാക്കി പോലീസിനെ മാറ്റിയിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ ഇതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും അതിനോട്, ആ മാറ്റങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നവർ ഉണ്ട്. അത് സേനയ്ക്കാകെ നാണക്കേടാണ്. അത്തരക്കാർ സേനയിൽ ആവശ്യമില്ല. അത്തരക്കാരെ പല സമയങ്ങളിലായി സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 108 പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള പ്രവണതകളുടെ ഭാഗമായി ഇതുവരെ പുറത്താക്കിയിട്ടുണ്ട്. ഇനിയും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ആ നടപടികൾ തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ PV അൻവർ MLA ഉന്നയിച്ച ഗുരുതരമായ വിഷയങ്ങളിൽ ADGP അജിത് കുമാറിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്വേഷണം DGPയുടെ നേതൃത്വത്തിൽ തന്നെ വിഷയം അന്വേഷിക്കും. കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. ആ നടപടിയിലൂടെ പോലീസ് സേനയ്ക്കുണ്ടായിട്ടുള്ള ഈ മാറ്റം, അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുണ്ടായിട്ടുള്ള ഈ നാണക്കേട്, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനേറ്റ ക്ഷതം മറികടക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മിഥുൻ, അതോടൊപ്പം നമുക്കറിയാം ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് PV അൻവർ MLA ഉന്നയിച്ചത്. എന്തായാലും ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കുമോ ADGPക്കെതിരായ അന്വേഷണവും? ഈ സമ്മേളന വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി കോട്ടയത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് DGPയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ അന്വേഷണവുമായി, ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടം എന്ന വണ്ണം ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ച കൂടി നടത്തുകയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ചയായത് എന്നത് സംബന്ധിച്ച് വിവരം ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിലും എന്ത് നടപടി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ അച്ചടക്ക നടപടി ഏത് തരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. നമുക്കറിയാം MR അജിത് കുമാർ ഇതിനു മുമ്പും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ട വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഈ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയാം. പക്ഷേ എന്നിരുന്നാലും PV അൻവർ ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA തന്നെയാണ് കർശനമായിട്ടുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മുഖം രക്ഷിക്കുന്ന നടപടി എന്നുള്ളത് നിസ്സാര നടപടികളെ കൊണ്ട് അവസാനിപ്പിക്കാനാവില്ല. മാത്രമല്ല, ഈ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ പ്രസംഗത്തെ, ഈ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാക്കുകളെ വലിയ ഹർഷാരവത്തോടെയാണ് ഈ പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള
ഈ അജിത് കുമാറിനെതിരെയുള്ള ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഈ നടപടി എടുക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വലിയ ആശാരവത്തോടെ തന്നെയാണ് പോലീസുകാർ എതിരേറ്റത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിസ്സാര നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് കടുത്ത ആമർശമുണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA തന്നെ ഇതിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് അത്തരത്തിലുള്ള ഭരണപക്ഷത്തു നിന്ന് തന്നെ ആയതിനാൽ കടുത്ത നടപടി തന്നെ ഉണ്ടാക്കുമെന്ന് കരുതുന്നു. ശരി മിഥുൻ, ഞാൻ ഒന്നിടപെടുകയാണ്. തുടരുക. ഇപ്പോൾ മുൻ DGP TP സെൻകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സെൻകുമാർ, MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. പക്ഷേ എത്രത്തോളം കാര്യക്ഷമമായി തന്നെ ADGPക്കെതിരെ ഈ അന്വേഷണം നടക്കും, തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? അതെനിക്ക് അറിയില്ല, പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്നും എങ്ങനെയായിരിക്കുന്നത് പറയാൻ പറ്റാത്തതാണ്. പക്ഷെ ഇതെല്ലാം ഏതാണ്ട് ഒരു തരം കഥകൾ പോലെ തോന്നുന്നു. അതുപോലെ 2 ദിവസമായിട്ട് അസത്യമുള്ളത് ഒന്നും പറയാനും വയ്യ. പക്ഷെ ഒരു മാതൃക ഒരു മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മോശമാണ്. അതേക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം. കാരണം അത്രയും അധികം മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് വീണിരിക്കുന്നു. ആ ഒരു മാലിന്യ കൂമ്പാരത്തിനെ പറ്റിയാണ് ഇപ്പൊ ഈ PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് നല്ലത് തന്നെ, അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെ അന്വേഷിച്ചാൽ മതിയോ? എന്താണ് ഈ പറയുന്നത്? ഇതുപോലെ ഈ 15,000 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിയുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് വളരെ എളുപ്പമാണല്ലോ. അത് നിങ്ങൾക്ക് പോലും പോയി നോക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ പല കേസും എനിക്കറിയില്ല. ഇടവണ്ണ കേസ് എന്നൊക്കെ പറയുന്ന കേസുകൾ PV അൻവർ പറയുന്നത്. പക്ഷെ എന്തായാലും വളരെ മോശം സ്ഥിതി, ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയായിട്ട് പോലീസ് ഒരിക്കലും ഒരു സംസ്ഥാനത്ത് മോശമായ ഒരു അവസ്ഥയാണ് പോലീസിന്റെ സ്ഥിതി. ഇത് മാത്രമാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ TP സെൻകുമാർ പ്രതികരിച്ചതിന്.